ബഹുമാന്യരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളോടായിട്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മളെല്ലാം പരിപാവനമായി കാണുന്ന ശബരിമല ശ്രീ ശാസ്താവിൻ്റെ ആഭരണങ്ങളും അങ്ങനെ പല ഇതും ഇന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി അടിച്ചു മാറ്റി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കൊണ്ടുപോയി അത് വിറ്റ് കാശാക്കുക, വിശ്വാസത്തെ യാതൊരു വിലയും ഇല്ലാത്ത രീതിയിൽ ഭക്തരായ ജനങ്ങളുണ്ട്. ഈ ശബരിമല ശ്രീ ശാസ്ത എന്ന് പറയുന്ന അയ്യപ്പൻ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ളതല്ല. ഇന്ത്യയിൽ തന്നെ നമ്മളെല്ലാം ജനിച്ച അന്ന് തൊട്ടേ കേൾക്കുന്ന ശ്രീ അയ്യപ്പന് വേണ്ടി സാധാരണക്കാരെ ജനങ്ങൾ സംഭാവന ചെയ്യുന്ന ആ വഴിപാടുകൾ, അത് സ്വർണ്ണമാകാം, ചെമ്പാകാം, വെള്ളിയാകാം, നെയ്യാകാം, അങ്ങനെ പല പല ഇതുമുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളം ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെയും ആരും ധൈര്യപ്പെടാത്തൊരു വിഷയത്തിൽ ഇപ്പോൾ കേരളം ഭരിക്കുന്ന LDF ഗവൺമെൻറ് ഇതിൽ ധൈര്യം കാണിച്ചത്, ഈ ശാസ്താവിൽ നിന്ന് ഉള്ള സ്വർണങ്ങൾ അടിച്ചു മാറ്റാനുള്ള ധൈര്യം കാണിച്ചത്, എൻ്റെ ഊഹങ്ങളൊന്നും തെറ്റാറില്ല, 70% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫുൾ സപ്പോർട്ടുണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ പിണറായി എന്ന് പറയുന്ന അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം നമ്മുടെ ഖജനാവിലെ സമ്പത്തുകളെല്ലാം ഊരാളുകളെന്നും മറ്റു പല പേരുകളിലും കിഷ്ബി എന്നും പറഞ്ഞ പേരുകളുണ്ടാക്കി വെച്ചുകൊണ്ട് പശ്ചാത്തല മേഖലയിലും സർവീസ് മേഖലയിലും കേരളത്തിൻ്റെ ഖജനാവിൻ്റെ സമ്പത്തുകൾ ചിലവഴിക്കുമ്പോൾ അതിന് 10 രൂപ ചിലവഴിക്കുമ്പോൾ 8 രൂപ പിണറായിക്ക് കൊയ്യാനെന്ന രീതിയിൽ പോകുന്നത് ആദ്യം പിണറായിയുടെ മകളുടെ പേരിലായിരുന്നു. എക്സാലോജിക് എന്നും പറഞ്ഞും അല്ലാതെ ഏതോ കമ്പ്യൂട്ടർ സെൻ്റർ ഉണ്ടാക്കി ഒരു ചെറിയ തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് നമ്മൾ മുടക്കുന്ന പണത്തിൻ്റെ ഒരു വിഹിതം കമ്മീഷനായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കമ്മീഷൻ 3.5 കോടി ജനങ്ങളുടെ നികുതിപ്പണം കമ്മീഷനായിട്ട് മകളുടെ അക്കൗണ്ടിലെത്തുക. അങ്ങനെ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ എന്തൊക്കെ പണികളുണ്ടോ ഈ പണികളിൽ നിന്നും എല്ലാം 1 കോടി രൂപ നമ്മുടെ ഖജനാവിൽ നിന്നും എടുത്ത് ജനങ്ങൾക്ക് സേവനത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതിൽ 80 ലക്ഷം രൂപയും മറ്റു രീതിയിൽ കറപ്ഷൻ എന്ന രീതിയിൽ ബാക്ക് ഡോറിലൂടെ പല പല കമ്പനികളിലും എത്തിച്ചേരുന്ന സംവിധാനങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത് യഥേഷ്ട നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്? കേന്ദ്രം ഭരിക്കുന്ന മോദിജിയുടെയും അമിത്ഷായുടെയും എന്നുവേണ്ട സ്വതന്ത്ര ചുമതലയുള്ള എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും സപ്പോർട്ട് പിണറായി വിജയന് കേന്ദ്രം നൽകുന്നത് കൊണ്ടാണ്. പക്ഷേ നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. കൂടാതെ കേരളത്തിലെ KPCC പ്രസിഡന്റുമാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 1,40,00,000 പേര് ന്യൂനപക്ഷങ്ങളാണ്. അതിൽ തന്നെ 80 ലക്ഷം 90 ലക്ഷം പേര് വനിതകളാണ്, സ്ത്രീകളാണ്. കൊല്ലം ജില്ലയിൽ തന്നെ അഡ്വക്കേറ്റ് U വഹീദ, ഏകദേശം എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 17-18 വർഷം കൊണ്ട് മഹിളാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയും ശേഷം ഇപ്പോൾ ഒരു 2-3 വർഷം കൊണ്ട് മഹിളാ കോൺഗ്രസിന് ഉപാധ്യക്ഷമായിരിക്കുന്ന
അവരെ ഉദാഹരണം പറയുകയാണ്. അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ജബി മേത്തർ മഹിളാ കോൺഗ്രസിന് പ്രസിഡൻ്റായി വന്നില്ല എങ്കിൽ ആ സ്ഥാനം കിട്ടേണ്ട അഡ്വക്കേറ്റ് യു വഹീദയാണ്. അവർക്ക് ശേഷമാണ് അവർക്ക് ശേഷം 4, 5, 6, 7 വർഷങ്ങൾക്ക് ശേഷം വന്ന കൊല്ലത്തുകാരിയായ ബിന്ദു ജയൻ, സ്മിത ജോസ് തെറ്റയിൽ, സീമാജി നായർ, ഇങ്ങനെ പലരും തുച്ഛമായ സമയങ്ങൾ കൊണ്ട് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളെ മനഃപൂർവ്വം, പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റി ന്യൂനപക്ഷങ്ങളെ RSSും BJPയും എന്താണോ പൊതുബോധത്തിൽ അത് പൊതുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് തനിച്ചാക്കി വിടക്കാക്കുക എന്നുള്ള ഒരു സമീപനത്തെ അത് ഇവിടുത്തെ മാധ്യമങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ ചെയ്യുന്നില്ല. എന്നാൽ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മുസ്ലിം സമൂഹത്തെ തനിച്ചാക്കി വിടക്കാക്കി ഒരു മൂലത്തിരുത്തുക എന്ന ഒരു സമീപനം എടുക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ 32%, 33% മുസ്ലിം സമൂഹമുള്ളപ്പോൾ ഇതിൽ തന്നെ 20-22% വോട്ടും കോൺഗ്രസിനാണ് ലഭിക്കുന്നത്. എന്നിട്ടും വോട്ട് കിട്ടിക്കഴിയുമ്പോൾ അവരൊന്നിനും കൊള്ളത്തില്ല. മറ്റുള്ളവരെന്ത് പറയും? സാമുദായിക സന്തുലനം നോക്കും. ഇവിടെ ഇന്ത്യയുടെ സമ്പത്തിൻ്റെ 10%, 15% ഷെയർ ചെയ്തു പോകുന്നതിൽ നിന്നും മുസ്ലിം സമുദായത്തിന് 1% പോലും കിട്ടുന്നില്ല എന്ന വസ്തുത KPCCയും AICCയും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ സത്യമാണെന്ന് ഞാൻ അറിയിക്കുകയാണ്. എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ കഴിവുള്ളവരെ എന്തുകൊണ്ട് ഇപ്പം KPCC ജനറൽ സെക്രട്ടറി ലിസ്റ്റ് വന്നപ്പോൾ ഒരു വനിത, കേരളം മൊത്തത്തിലായിട്ടുള്ളത് ഒരു വനിത, ഒരു ജമീല വടക്കേ കേരളത്തിലായിരിക്കാം എന്ന് തോന്നുന്നു. എത്രയോ കഴിവുള്ള മുസ്ലിം രാഷ്ട്രീയത്തിന് വേണ്ടി KPCCക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, മുസ്ലിം വനിതകൾ. അവരെ ആരെന്താ ഇതിൽ ഉൾപ്പെടുത്താമെന്നുള്ള വിയോജിപ്പ്, ഇത് ഭൂഷണമല്ല കോൺഗ്രസ് പാർട്ടിക്ക് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് കുറച്ചുകൂടെ സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ട സമയമാണ്. ജവഹർലാൽ നെഹ്റു കണ്ട ഒരു സ്വപ്നമുണ്ട്, ഒരു ജനാധിപത്യ സ്വപ്നം എന്ന് പറയുന്നത്. അത് ഇന്ന് ഒരുവിധമെങ്കിലും രാഹുൽ ഗാന്ധിയിൽ ദർശിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ നടക്കുന്നത് പെട്ടിയെടുപ്പുകാർക്കും വാസ്ത വെക്കുന്നവർക്കും മറ്റതിൽ സോപ്പിങ്ങിടുന്നവർക്കും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല, അല്ലാതുള്ള ചിലരെ പാർട്ടിയുടെ മേൽഘടകത്തിൽ കൊണ്ടുവരിക, പാർട്ടിയെ അടിച്ചിരുത്തുക. താഴെ ഘടകത്തിൽ ഫീഡ്ബാക്ക് ഒന്നും മനസ്സിലാക്കാതെ ഉള്ള പ്രവൃത്തിയാണിത്. കോൺഗ്രസ് ആയാലും കോൺഗ്രസിൻ്റെ മേൽഘടകങ്ങളും മിഡിൽ ഘടകങ്ങളൊക്കെ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട KPCC ഇത് തിരുത്തേണ്ട ഒരു പ്രക്രിയയാണ്. ഇനിയും 3-4 വനിതകളെയും കൂടി KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ബഹുമാനരെ, എൻ്റെ ഈ സൗണ്ട് കേൾക്കുന്നവർ, എനിക്ക് ഒന്നും സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല, വിവേചനങ്ങൾ ഞാൻ ഇനിയും ചൂണ്ടിക്കാണിക്കും. ഓരോ ആഴ്ചകൾ തോറും ഇന്ത്യയിൽ 1947 ശേഷം ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ചില പ്രീണന നയങ്ങളെ തുറന്നു കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ ആഴ്ചയിൽ 5 മിനിറ്റ് 7 മിനിറ്റ് വെച്ച് ഞാൻ ഇതുപോലെ വീഡിയോ ഇടുന്നതായിരിക്കും. എനിക്ക് സോഷ്യൽ മീഡിയ ഒന്നും സമ്പാദിക്കാനല്ല, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാം, എനിക്ക് 5000 ഫ്രണ്ട്സുകൾ ഫേസ്ബുക്കിലുണ്ട്. ഒരു 100 പേര് പോലും ഇതിനെ ഒന്ന് കാണുകയോ ഒരു ലൈക്ക് ചെയ്യുകയോ ഒരു കമൻ്റ് ഇടുകയോ ഒരു ഷെയർ ചെയ്യുകയോ ചെയ്യുന്നില്ല. നിങ്ങളിത് ഷെയർ ചെയ്തെന്ന് പറഞ്ഞ് എനിക്ക് സമ്പാദിക്കാനൊന്നും കഴിയുകയില്ല. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങളെ തുടച്ചു നിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യം എൻ്റെ ഹൃദയത്തിലുണ്ട്. പക്ഷെ എന്നെ കൊണ്ടൊന്നും സാധിക്കുകയില്ല. അതിന് ജനാധിപത്യ വിശ്വാസികളായ നിങ്ങൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന വിവേചനങ്ങൾ ഞാനത് പറയുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഇത് AICCയുടെ മേൽഘടകത്തിൽ
എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്കൊന്നും ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല. അതുകൊണ്ട് ബഹുമാന്യരായ എൻ്റെ പ്രേക്ഷകർ ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.